നമ്മൾ പൂർണ്ണ ദൈവത്തിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മതിയോ? നിമിത്തങ്ങളിലൂടെ എല്ലാം ഓക്കെ ആവില്ലേ? അപ്പോൾ നമ്മൾ അവിടെ ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതേപോലുള്ള ചോദ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ടത്. പക്ഷെ പലരും എന്നോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾ ഞാൻ എന്റെ മെസ്സേജിലൂടെയൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾക്കും അപ്പുറമായിട്ടുള്ള ചില രഹസ്യങ്ങളും മർമ്മങ്ങളൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ഞാൻ ഈ പറയുന്ന മെസ്സേജുകളുടെ അകത്ത് തന്നെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് വരേണ്ടതാണ്. പക്ഷെ പലർക്കും ആ സംശയം വരുന്നില്ല. ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാല് നിങ്ങളുടെ ആത്മാവ് കൂടുതൽ ബലം വരുള്ളൂ, കാര്യങ്ങളെല്ലാം ഓക്കെ ആയി വളർന്ന് വരാനും കഴിയുള്ളൂ. അപ്പൊ സംശയങ്ങൾ മാക്സിമം ചോദിക്കണം. കാരണം വെറുതെ കേട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് പോകുന്നത് കൊണ്ടാണ് സംശയം വരാത്തത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സാധ്യമാകും, എങ്ങനെ പ്രാവർത്തികമാകും, ഇതെങ്ങനെ നടക്കുമോ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ സംഭവിക്കും, അപ്പൊ ഇതെങ്ങനെ സംഭവിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എന്റെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് വരണം. എത്രത്തോളം ആ കാര്യങ്ങളെ, ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ ഖണ്ഡിച്ച് കൊണ്ടുള്ള ചില സംശയങ്ങൾ വരണം. ഈ ആത്മവളർച്ച വരുന്ന നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് വരുമ്പോൾ അതങ്ങനെ സംശയിച്ച് വെറുതെ കളയരുത്. കാര്യം ഞാൻ എന്തൊക്കെ പറയുന്നു, എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആ റേഞ്ചിൽ എത്താത്തത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് കളഞ്ഞു കളയരുത്. ഇതിൽ വരുന്ന സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചാലേ അതിന്റെ ആ ആഴത്തിലോട്ട് ഇറങ്ങി വിശദീകരിച്ചത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾ ആത്മീയമായി വളർന്ന് മുന്നോട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇപ്പൊ വന്ന സംശയം ഇതാണ്: നമ്മൾ പൂർണ്ണ വിശ്വാസത്താൽ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പിന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ മൊബൈലും ഇന്റർനെറ്റും ഒക്കെ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കത് ഉപയോഗിക്കാൻ നമ്മളുടെ ഇഷ്ടമാണത്. നമുക്കത് പോസിറ്റീവ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതുപോലെ നമുക്ക് ദൈവം ബുദ്ധി തന്നിരിക്കുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥകൾ, പ്രകൃതി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ച് എങ്ങനെ നമുക്ക് ബുദ്ധിപരമായ രീതിയിൽ ഇതൊക്കെ പാലിച്ചു പോകാം. അവിടെ നമുക്ക് ബുദ്ധി ഉപയോഗിക്കാതെ പാലിക്കാൻ പറ്റൂല. കാരണം സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, നമുക്ക് വരുന്ന നിമിത്തങ്ങൾ, ഇതെല്ലാം നെഗറ്റീവ് ശക്തികൾ മാക്സിമം ട്രാപ്പ് ചെയ്ത് നമ്മളെ കുരുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും കുരുട്ട് ബുദ്ധിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന ചില തോന്നലുകൾ, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ഉണ്ടാക്കുന്ന ചില സിറ്റുവേഷൻസ്, ഇതൊക്കെ നെഗറ്റീവ് ശക്തികളുടെ പിടിയിലൂടെയൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അപ്പൊ അവിടെ എല്ലാം നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബുദ്ധി ഉപയോഗിക്കുന്നത് പോസിറ്റീവായ രീതിയിലായിരിക്കണം. അതായത് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം. ഇപ്പം നമ്മുടെ ലക്ഷ്യം പോസിറ്റീവായിരിക്കണം. ഇപ്പൊ ലക്ഷ്യം പോസിറ്റീവാണെങ്കിൽ നമുക്ക് ഏത് മാർഗം വേണോ സ്വീകരിക്കാം. അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ഈ മാർഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധി. അപ്പൊ ബുദ്ധി ഉപയോഗിച്ചാലേ പല പല മാർഗങ്ങൾ സ്വീകരിച്ച് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു മാർഗം സ്വീകരിക്കാതെ ദൈവം തന്നെ ഒരു മാർഗം നമ്മുടെ ഫ്രണ്ടിൽ തരും എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ മുന്നിൽ നെഗറ്റീവ് ശക്തികൾ ഒരു 10 മാർഗം തരും. ചിലപ്പോൾ ദൈവത്തിന്റെ ഒരു മാർഗമായിരിക്കും മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരാളായിരിക്കണം. അപ്പൊ ഈ മാർഗം തിരഞ്ഞെടുക്കുമ്പോഴും ബുദ്ധി വേണം. കാരണം നിയമം തെറ്റാൻ പാടില്ല, അത് മറ്റൊരാൾക്ക് അത് ദോഷം വരാൻ പാടില്ല, അസൂയകൾ വരാൻ പാടില്ല, കണ്ണുവിടലും അത് വരാൻ പാടില്ല. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കണം. കാരണം ഇതൊക്കെ ഞാൻ എന്റെ ഈ മുൻകാലത്തെ മെസ്സേജുകളെല്ലാം കേട്ട് മനസ്സിലാക്കി വരുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും ഇനിയുള്ള ഞാൻ ഈ പറയുന്ന കാര്യത്തിലോട്ടൊക്കെ കയറി വരാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണം. കാരണം ബുദ്ധി എവിടെ ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥകൾ അതിലൊക്കെ ബുദ്ധി ഉപയോഗിക്കാവൂ. അപ്പൊ ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് പഠിച്ചിരിക്കണം. ഒരു കള്ളൻ അവൻ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവനും ബുദ്ധി ഉപയോഗിക്കുകയാണ്. അപ്പൊ എത്രത്തോളം ബുദ്ധി ഉപയോഗിക്കുമോ അത്രത്തോളം അവൻ സക്സസ് ആവുന്നുണ്ട്. എന്നാൽ പോലീസും നമ്മുടെ ഭരണകൂടം അതിനെക്കാട്ടി ബുദ്ധി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവരെയൊക്കെ പിടിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിനിമ സംവിധായകനും മാക്സിമം അവന്റെ ബുദ്ധിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവൻ ഉപയോഗിക്കുന്നത്, ക്യാമറമാൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അവരുടേതായിട്ടുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. ജീവജാലങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്. ഒരു മേഖലയിൽ ഒരാൾക്ക് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റു മേഖലയിൽ ഇത്തിരി കുറഞ്ഞിരിക്കും. പക്ഷെ ബുദ്ധി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഉപയോഗിക്കുന്ന രീതി, അതിന് അറിവ് വേണം. എവിടെയാണ് ഇത് ശരി, എവിടെയാണ് തെറ്റ്, എങ്ങനെ ചെയ്താൽ ഇത് ഓക്കെ ആകും എന്നൊക്കെ അറിവ് എവിടെയെങ്കിലൊക്കെ കിട്ടണം. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ
ഈ ബിസിനസ് നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഒരുപാട് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഉപയോഗിക്കേണ്ട ഈ സാധനങ്ങൾ നമുക്ക് ബുദ്ധിയുണ്ട്. ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ഞാൻ. പക്ഷെ ബിസിനസ് മാനേജ്മെന്റ് ഒന്നുമേ അറിഞ്ഞൂടാ. അങ്ങനൊരു കാര്യം ഒരിടത്തു നിന്ന് കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും ബുദ്ധി ഉണ്ടെങ്കിലും എനിക്ക് ആ ബിസിനസ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ ഇത് അറിവ് വേണം. അറിവുകൾ ശേഖരിച്ചിട്ട് വേണം ഇതിനെ ഏത് സമയത്ത് എപ്പോ എങ്ങനെ എന്ന് ബുദ്ധിപരമായി ചിന്തിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു കുടുംബത്തിൽ തന്നെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും നാളും പലരും ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ അവരെ അങ്ങോട്ട് ഉപദേശിക്കുന്നു, അവര് ഒന്ന് പറയുമ്പോൾ അതിന്റെ 10 ഇരട്ടിയായിട്ട് അങ്ങോട്ട് പറയുന്നു. അങ്ങനെ ഈ വഴക്ക് കൂടിക്കൂടി വരുന്നതല്ലാതെ അവിടെ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല. അപ്പൊ പല രീതിയിലും ഈ ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അവിടെ നമ്മൾ സക്സസ് ആകും. ചിലപ്പം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മൾ അറിവ് പല മേഖലകളിലൂടെയും കണ്ടുപിടിക്കണം. അപ്പം വേദഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാലും അവിടെ അല്ലെങ്കിൽ ഉപനിഷത്ത് കഥകളിലൂടെയൊക്കെ ഓരോ സാഹചര്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇത് എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള പല കഥകളുണ്ട്. അപ്പൊ ഇതെല്ലാം ഏതെങ്കിലും വഴിയിലൂടെ കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഈ അറിവ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഉപയോഗിക്കേണ്ട രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ശത്രുവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികൾ വളഞ്ഞ വഴിയിലാണ് നമ്മളോട് പല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ കുരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുരുക്കഴിക്കണതിനും നമ്മൾ വളഞ്ഞ വഴിയിലൂടെ തന്നെ കുരുക്കഴിക്കണം. അപ്പൊ അവിടെയൊക്കെയാണ് ഈ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലൂടെ ദർശനങ്ങളും മറുപടികളും കിട്ടുന്ന ലെവലിൽ നിങ്ങൾ വളർന്നു വരണം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രീതിയിലാണ് ഓരോ കുരുക്കുകൾ ഈ നെഗറ്റീവ്സ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പബ്ലിക്കായിട്ട് എല്ലാം ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ 10-15 രീതിയിലായിരിക്കും ഇവനെ കുരുക്കി ഒരു വ്യക്തിയെ കുരുക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നെല്ലാം അഴിഞ്ഞു വരണമെങ്കിൽ ഓരോ കുരുക്കിനും അഴിഞ്ഞു വരാൻ വേണ്ടി ബുദ്ധി ഉപയോഗിക്കണം എല്ലാ മേഖലയിലും. ഇപ്പോ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അവിടെ ബുദ്ധി ഉപയോഗിക്കണം. അച്ഛൻ മകൻ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതും ഈ കുടുംബത്തിൽ കാണും, അവിടെ ബുദ്ധി ഉപയോഗിക്കണം. ഓഫീസിൽ നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥർ വഴി അല്ലെ ഉയർന്ന നമ്മളെ മുകളിലുള്ള ജോലിക്കാർ വഴി ചില പോലെ ഹറാസ്മെന്റോ കാര്യങ്ങളോ അവിടെയും ചില ബുദ്ധി ഉപയോഗിക്കണം. അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥയ്ക്ക് പോലും ഒരു കുടുംബത്തിൽ തന്നെ പല വിഷയങ്ങളിലൂടെയും മുന്നോട്ട് പോയി വരേണ്ടി. അപ്പൊ ഓരോ വിഷയത്തിനും അതിൻ്റെതായ ബുദ്ധി ഉപയോഗിക്കണം. അത് ഭയങ്കര പാടാണ്. പക്ഷെ എങ്ങനെ അത് പറ്റും? നമ്മുടെ ആത്മാവ് നമുക്കത് പറഞ്ഞു തരും, നമുക്കത് കാണിച്ചു തരികയോ ഉള്ളിൽ ഇൻഫർമേഷനായിട്ട് തോന്നലായിട്ട് തരികയോ ഒക്കെ ചെയ്യും. അപ്പൊ അതിനെല്ലാം നമുക്ക് ആ ഒരു ലെവലിലേക്ക് കുറച്ച് ഉയർന്നു വരണം. അപ്പൊ ആ ലെവലിൽ ഉയർന്നു വരുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ഉള്ളിലൂടെ തന്നെ അവന്റെ സാഹചര്യത്തിൽ വേണ്ട കാര്യങ്ങൾ എങ്ങനെ വേണം, എന്ത് വേണമെന്ന് ഉള്ളിൽ കിട്ടും. ആ കിട്ടുന്ന കാര്യം ചിലപ്പോൾ ഒരു പിക്ചർ, ജസ്റ്റ് ഒരു സ്റ്റിൽ പിക്ചർ പോലെ ആയിരിക്കും കാണിച്ചു തരണത് നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യണമായിട്ട്. പിന്നെ അതൊന്നും കിട്ടൂല. ഡീറ്റെയിൽഡ് കഥ പറഞ്ഞ് തന്ന് ചെയ്യിക്കും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടും, ഇതാണ് വേണ്ടത്. അപ്പൊ അത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, അത് നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കണം. നമുക്കൊരു ക്ലൂവേ കിട്ടുള്ളൂ. ആ ക്ലൂ വെച്ച് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ബുദ്ധിപരമായി ചെയ്താൽ, അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ഫ്ലോപ്പായി പോയെന്നും പറഞ്ഞ് നിരാശപ്പെടുകയും ചെയ്യരുത്. കാരണം അത് ഫ്ലോപ്പ് ആവാൻ കാരണം നമ്മൾ ചെയ്തതിന്റെ എന്തോ കുഴപ്പം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കാനായിട്ടാണ് വീണ്ടും ഈ സാഹചര്യം വരുന്നതെന്നും മനസ്സിലാക്കി ആദ്യം ഫ്ലോപ്പ് ആയതിൽ നിരാശപ്പെടാതെ അടുത്ത വഴിയിലൂടെ ഇത് സക്സസ് ആകാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുക. അല്ലാതെ അവിടെ തകർന്നു പോകും, ദൈവം എനിക്ക് കൂട്ടു നിന്നില്ല, ഞാനത് തകർന്നു പോകുന്നു എന്നൊന്നും ചിന്തിക്കരുത്. ഒരു വഴി അടഞ്ഞാൽ അടുത്ത വഴിയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി അടുത്ത് ശ്രമിക്കണം. അപ്പൊ അതിനായിട്ടുള്ള ബുദ്ധി വേറെ ഉപയോഗിക്കണം. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് വളരെ വിഷമത്തോടെ പറയും, സൃഷ്ടാവാൻ ദൈവത്തോടാണ് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തെ മാത്രമാണ് മനസ്സിൽ വിചാരിക്കുന്നത്, വേറെ അദൃശക്തികളോടോ മറ്റു ദേവി ദേവന്മാരെ എല്ലാം ഉപേക്ഷിച്ചു, ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഞാൻ ചെയ്ത ചില കാര്യങ്ങളൊക്കെ എനിക്കത് നഷ്ടമായി പോയി. ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിലൊക്കെ എനിക്കത് ദോഷമായി മാറി. ശരിക്കും എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സൃഷ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് തടസ്സം വന്നത്, അപ്പൊ പിന്നെ അത് എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് പലരും വിഷമിച്ച് പറയാറുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്രത്തോളം സൃഷ്ടാവാ ദൈവത്തോട് അടുത്തടുത്ത് വരുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നെഗറ്റീവ്സിന്റെ ബ്ലോക്കും ശല്യങ്ങളും വരും. കാരണം നിങ്ങൾ ആ ഒരു ദൈവത്തിന്റെ ഹൈയിലേക്ക് വേണ്ടി നിങ്ങളുടെ ആത്മാവ് ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു ദൈവം മതി എന്ന ചിന്ത നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നവരെ ഈ നെഗറ്റീവ് ശക്തികൾ മാക്സിമം ഏതെങ്കിലും ഒരു പഴുതിലൂടെ ബ്ലോക്ക് ആക്കാൻ ശ്രമിക്കും. അവിടെയെല്ലാം നിങ്ങൾ അതിനെക്കാട്ടിലും ഉയരത്തിൽ ശക്തമായി ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ അത് മുന്നേറി വരണം.
അപ്പൊ നിങ്ങൾ ഇപ്പോ ചെയ്ത കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോ ഒരു കാര്യം മുന്നോട്ട് പോയപ്പോൾ അത് തടസ്സപ്പെട്ടു അല്ലെങ്കിൽ സക്സസ് ആയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിന് എത്തേണ്ട തലത്തിലേക്ക് എത്താൻ വേണ്ടി ഇത്ര ബുദ്ധി നിങ്ങൾ ഉപയോഗിച്ചാൽ പോരാ. അപ്പം ഇതിനെക്കാട്ടിയും സൂക്ഷ്മമായ രീതിയിൽ പലതും നോക്കിയും കണ്ടും ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതൊരു പഠനം കൂടിയാണെന്ന് തിരിച്ചറിയണം. അപ്പൊ നമുക്ക് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ വിചാരിച്ചു കൊള്ളണം നമ്മുടെ പരാജയമാണ്. ഇതൊക്കെ നമ്മുടെ മറ്റ് അദൃശക്തികൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുന്നത് എത്ര പെട്ടെന്ന് ചെയ്യുന്നു, എത്ര പെർഫെക്റ്റായി ചെയ്യുന്നു, അത് നഷ്ടം വരാതെ ചെയ്യുന്നുണ്ടോ, അതോ വേണം വേണ്ടാതെ ചെയ്യുകയാണോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം മറ്റ് ശക്തികൾ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യേണ്ട കഴിവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മാക്സിമം ഉപയോഗിച്ച് അത് ചെയ്യണം. അതനുസരിച്ചാണ് ഈ പോസിറ്റീവിന്റെ ഏത് തലത്തിലോട്ട് ഈ ആത്മാവ് എത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.